ബറാഅത്തു മിനൻ നിഫാഖും ബറാഅത്തു മിനൻ നാറും, നരകത്തിൽ നിന്നുള്ള മോക്ഷവും കാപട്യത്തിൽ നിന്നുള്ള മോക്ഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി. അതാർക്കാണ്? തക്ബീറത്തുൽ ഇഹ്റാം ലഭിച്ചുകൊണ്ടുള്ള 40 ദിവസത്തെ നമസ്കാരങ്ങൾ ജമാഅത്തായി പാഴാക്കാതെ നമസ്കരിക്കുന്നവർക്കാണ്. 2 മോക്ഷങ്ങൾ, ഒന്ന് നരകത്തിൽ നിന്നുള്ള മോക്ഷവും മറ്റൊന്ന് കാപട്യത്തിൽ നിന്ന് നിഫാഖിൽ നിന്നുള്ള മോക്ഷവും. നിഫാഖ് എന്ന് പറഞ്ഞാൽ ഇതൊരു മഹാദുരന്താണ്. നരകം മഹാദുരന്തമാണ്. നരകത്തോട് ചേർത്ത് നിഫാഖിനെ എണ്ണുമ്പോൾ, നിഫാഖ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കപടത, ഉള്ളൊന്ന് പുറം വേറെ, ജനങ്ങൾക്ക് കാണാൻ ഒന്ന് അകം, അത് ചളി കെട്ടിയത് എന്ന അവസ്ഥ, അത് മഹാദുരന്തം. ഏറെ സഹാബത്ത് ഭയപ്പെട്ടിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു രോഗം അത് ഏറെ ഭയന്നിരുന്നു ഉമ്മത്തികളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് നിഫാഖിൽ നിന്നുള്ള മോക്ഷം, നരകത്തിൽ നിന്നുള്ള മോക്ഷം, അതിന് ജമാഅത്ത് നമസ്കാരം അത് കൃത്യമാക്കാനുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു നിർദ്ദേശമാണ്. ഈ രീതിയിൽ ഒക്കെയും സഹോദരന്മാരെ നമ്മളോട് പറയുന്നത് എന്താണ്? പൂർവികരെ നമ്മൾ കുറെ കേട്ടു. സുഫിയാൻ സൗരിയെ കേട്ടു, വക്കീഉ ബിനുൽ ജറാഹിനെ കേട്ടു, ഇബ്രാഹിം തൈമിയെ കേട്ടു, സഈദ് ബിനുൽ മുസയ്യബിനെ കേട്ടു. എല്ലാവരും നമസ്കാരത്തിന്റെ കാര്യത്തിൽ അവരുടെ ശ്രദ്ധയും അത് ആദ്യാന്തം കൃത്യമാക്കുന്നതിൽ അവരുടെ കണിശതയുമാണ്. ഇബ്രാഹിം തൈമി പറയുകയാണ്, തക്ബീറത്തുൽ ഇഹ്റാമിൽ ഇടം കാണാത്തവനെ കുറിച്ച് അവന്റെ വിഷയത്തിൽ കൈ കഴുകിക്കോ എന്നാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ അവനെ മുഖവിലക്കെടുക്കേണ്ട കാര്യമല്ല എന്നുള്ളതാണ്. തക്ബീറത്തുൽ ഇഹ്റാമിനെ പരിഗണിക്കുന്നവൻ നമസ്കാരത്തെ ഗാംഭീര്യത്തിൽ കാണുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞെങ്കിൽ വേഗം നിസ്കരിക്കാൻ എത്തുക എന്നുള്ളതാണ്. ബാങ്ക് കൊടുത്തിട്ടല്ലേ ഉള്ളൂ, ഇനിയും സമയമല്ലേ, 20 മിനിറ്റ് ഇഖാമത്തിനും ബാങ്കിന്റെ ഇടയിൽ ഉണ്ട്, തുടങ്ങി പലവിധ ന്യായങ്ങൾ പലരിലും നമ്മളിലൊക്കെ സാധാരണമാണ്. പക്ഷെ പൂർവികർ അങ്ങനെയായിരുന്നില്ല എന്നുള്ളതാണ്. അവർ ബാങ്ക് കൊടുത്ത് ഇഖാമത്ത്, അതിനിടയിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന ദുആയുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നവരാണ്. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ 2 റക്അത്ത് നമസ്കാരമുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നവരാണ്. റവാത്തിബായ നമസ്കാരങ്ങളുണ്ട്, റവാത്തിബല്ലാത്ത നമസ്കാരങ്ങളുണ്ട്, അത് ഫർദ് നമസ്കാരത്തിന്റെ മുമ്പും പിമ്പുമായി എന്ന് മനസ്സിലാക്കിയിരുന്നവരാണ്. 1-ാം സഫിൽ ഇടം കണ്ടാൽ, ഇമാമിന്റെ പിന്നിൽ ഇടം കണ്ടാൽ അതിനൊക്കെ മഹത്വമുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരിലൊന്നും ബാങ്കിനെ ഇപ്പുറം ഉള്ള സമയം അളക്കുന്ന, അല്ലെങ്കിൽ ഇഖാമത്തിന് കുറേ സമയമുണ്ട് എന്ന ഒരു ആശ്വാസം കാണുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് മുസ്ലിമീങ്ങൾ ഏറെ പരീക്ഷിക്കപ്പെട്ടൊരു വിഷയമാണ് നമസ്കാരത്തിൻ്റെ വിഷയം. നമസ്കാരം പാഴായി പോകുന്നതിൽ, നഷ്ടപ്പെടുന്നതിൽ, നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ അലംഭാവവും ആലസ്യവും അത് സാർവത്രികമാകുന്ന വിഷയത്തിൽ ഇന്ന് വലിയ ഒരു പങ്ക് കളി വിനോദങ്ങൾക്കുണ്ട്.